ഈ സൈക്കോളജി പഠിച്ചവർ മെയിനായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നു നിന്നിട്ട് പറയും, എൻ്റെ മുഖം നോക്ക്, അതിപ്പോൾ ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് പറ, എൻ്റെ ക്യാരക്ടർ പറ, എൻ്റെ ഇമോഷൻസ് പറയുന്നത്. ആക്ച്വലി അതൊരു ഗ്രേറ്റ് മിത്ത് മാത്രമാണ് സൈക്കോളജി ക്യാൻ റീഡ് യുവർ മൈൻഡ് എന്നത്. കോൺവെർസേഷൻ, ഒബ്സർവേഷൻ, അസസ്മെൻറ്റിലൂടെയൊക്കെ ഒരു സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഇമോഷൻ, കൊഗ്നീഷൻ, നമ്മളുടെ ബിഹേവിയർ മനസ്സിലാക്കി നമ്മൾ കടന്നു പോകുന്ന സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ ലൈഫിൽ ഇതിങ്ങനെ ചേർന്ന് നിന്ന് സഹായിക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരെ നമ്മൾ വിളിക്കുന്നവരാണ് സൈക്കോളജിസ്റ്റ് എന്ന്. നമ്മുടെ നാട്ടിൽ ഈ കാട്ടുതീ പടരുന്നേക്കാൾ സ്പീഡിൽ പടരുന്ന ഒരു ന്യൂസാണ്, അപ്പുറത്തെ വീട്ടിലെ കുട്ടി കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ, കുട്ടിക്ക് മെൻ്റലി എന്തോ പ്രശ്നമുണ്ട് കേട്ടോ എന്നൊരു ന്യൂസ്. ഇതൊരു കോമൺ മിസ്കൺസെപ്ഷനാണ്. കൗൺസിലിങ്ങിന് പോകുന്നവരൊക്കെ ഭ്രാന്തുള്ളവരാണ്. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൗൺസിലറിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളത് സീക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഒരു ബെറ്റർ വേർഷൻ ഓഫ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.